ഈ ശുശ്രൂഷ സമയത്ത് ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറയുന്നു, ഞാൻ മുമ്പോട്ട് നീങ്ങണം. ഹല്ലേലൂയ. ഒരു ചുവടെങ്കിലും നീ മുമ്പോട്ട് ചലിക്കാൻ തീരുമാനമെടുത്ത് ചുവട് വെക്കണം. ആമേൻ. ഒരു ചുവടെങ്കിലും എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് നീങ്ങാനുള്ള തീരുമാനം. ഒരു ചുവട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തീരുമാനമാണ് കേട്ടോ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ തീരുമാനിക്കേണ്ട തീരുമാനം എന്താ? ഞാൻ അടുത്ത ഒരു വർഷം ഇങ്ങനെ ചെയ്യുമെന്നല്ല, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യും, ഇന്ന് ഞാൻ കൊന്ത ചെല്ലും, ഇന്ന് ഞാൻ ബൈബിള് വായിക്കും, ഇന്ന് ഞാൻ പരിശുദ്ധ കുർബാന പങ്കെടുക്കും, ഇന്ന് ഞാൻ സ്നേഹത്തോടെ പെരുമാറും, ഇന്ന് ഞാൻ ഇപ്രകാരം ചെയ്യും. ഒരു ചുവട്. നാളത്തെ കാര്യം നാളെ. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും എടുക്കേണ്ടതാണ്. ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൊബൈൽ ഫോൺ നോക്കി കുത്തി 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 സമയം കളയുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇന്നത്തെ ദിവസം ഒരു ചുവട്, ഒറ്റ ചുവട്. ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്നു. എൻ്റെ സമയം ഞാൻ വെറുതെ ഇത് കുത്തിക്കളയത്തില്ല. എൻ്റെ സമയം പ്രധാനപ്പെട്ടതാണ്. ഈ സമയം ഞാൻ ഉപയോഗിക്കും. ഇതൊരവസരമാണ്. ഈ അവസരം നാളെ കിട്ടുമോ? ഇല്ലെന്ന്. ഇന്ന് മാത്രമേ കിട്ടുള്ളൂ. ഈ അവസരം ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ അവസരം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ചിലർ ചിന്തിക്കും, നാളെ അവസരം ഉണ്ടല്ലോ, അടുത്ത ആഴ്ചയും ധ്യാനം ഉണ്ടല്ലോ, പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചാൽ പോരെ. അങ്ങനെയല്ല. ഇന്ന് നിനക്ക് കിട്ടുന്ന കൃപ അത് ഇന്നത്തേക്ക് കർത്താവ് നിനക്ക് വെച്ചിരിക്കുന്നതാണ്. നീ എത്രത്തോളം സഹകരിക്കുന്നുവോ അത്രത്തോളം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഓരോ ശുശ്രൂഷയ്ക്കും കർത്താവ് ഓരോ അനോയിന്റിങ് മാറ്റിവെച്ചിട്ടുണ്ട്. ഓരോ ശുശ്രൂഷയ്ക്കും കർത്താവ് ഓരോ അനോയിന്റിങ്, അഭിഷേകം മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന അഭിഷേകം ആയിരിക്കില്ല നാളത്തേക്ക് കർത്താവ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവജനം ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്കുള്ള ദൂതായിരിക്കില്ല നാളെ കർത്താവ് കാത്തുവെച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ പങ്കെടുക്കുമ്പോൾ കർത്താവ് ഇന്നത്തെ ദിവസത്തിൽ നിന്റെ ആത്മീയ ജീവിതത്തെ, അഭിഷേകത്തെ വളർത്തുന്ന ഏതെങ്കിലും ഒരു മേഖല കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് നിന്നോട് പറയുന്നുണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞേ ആമേൻ, ആമേൻ. നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നാളെ നീളെ ഇത് നടക്കില്ലെന്ന്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീരുമാനമെടുക്കണം. ഞാൻ ഇങ്ങനെ ചെയ്യും. ഞാൻ ഒരു ചുവടെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ എടുത്തു വെക്കാനുള്ളൊരു തീരുമാനം ഞാൻ ഇങ്ങനെ ചെയ്യും. ഇതൊരു തീരുമാനമാണ്. ഈ തീരുമാനം എടുക്കുന്നതനുസരിച്ച് നിന്റെ മേൽ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കാൻ തുടങ്ങും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ നിന്നോട് പറഞ്ഞില്ലേ, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷ സമയത്തിൽ ഈ തീരുമാനത്തെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലകൾ സംഭവിച്ച കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാനല്ല, മറിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എന്ത് ദുഃഖമാണ് നിന്നെ ഭരിക്കുന്നത്? എന്ത് ഭയമാണ് നിന്നെ ഭരിക്കുന്നത്? നിന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യമാണ് നിന്നെ വഴിമുട്ടി നിർത്തിയിരിക്കുന്നത്? ആ സാഹചര്യത്തിന്റെ മുമ്പിൽ നീ നിന്നോട് തന്നെ പറയണം, ഞാൻ മുന്നോട്ട് നീങ്ങും. കാരണം എൻ്റെ കർത്താവിനോട് പറയുന്നു, ഞാൻ മുന്നോട്ട് നീങ്ങണം. നിനക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും അതൊരു പാഠങ്ങളാണ്. ഒരു കാരണവശാലും ഒരു വിഷയത്തിൽ നീ കുടുങ്ങിക്കിടക്കരുത്. നീ മുന്നോട്ട് നീങ്ങുക. രണ്ട് കരങ്ങളും ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് എന്നോട് പറയുന്നു ഞാൻ മുന്നോട്ട് നീങ്ങാൻ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഓരോ വ്യക്തിയും യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു, നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു, നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു. ആരാധന, 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 ആരാധന. ആ കർത്താവേ, ഞങ്ങളങ്ങയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. കൃപ കൊണ്ട് നിറയണമേ. ശക്തിയും അഭിഷേകവും കൊണ്ട് നിറയണമേ. ആരാധന, 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 ആരാധന.
കൈകളടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. പൗലോസ്ലീഹ നിന്നെ പഠിപ്പിക്കുന്നത് ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് ഞാൻ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി, ഇതാ ഓട്ടമാണ് കർത്താവെ, അങ്ങേ ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ടോടുന്നു. വിശ്വാസത്താൽ ഞാൻ മുന്നേറും. കർത്താവ്, ഇതൊരു തീരുമാനമാണ്. നന്നായിട്ട് കൈയടിച്ചേ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ആമേൻ. യേശുവേ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. ആമേൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വസിക്കുന്നു. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിൽ വിജയം എനിക്കുണ്ട്. ഓ കർത്താവേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. മുന്നോട്ട് മുന്നോട്ട്, ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ആമേൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിൽ വിജയം എനിക്കുണ്ട്. മുന്നോട്ട് മുന്നോട്ട്, രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച്, നാവ് തുറന്ന് സ്തുതിച്ച്, ഹൃദയം തുറന്ന് സ്തുതിച്ച്, ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ഈ ദൈവജനത്തിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളുടെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറും. ഇന്നലകൾ എന്നുള്ളത് എനിക്കൊരു പാഠമാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഞാൻ പഠിച്ചു. എൻ്റെ ഇന്നത്തേത് ഒരു അവസരമാണ്. ഈ അവസരം ഞാൻ ഉപയോഗിക്കും. നാളകൾ എന്നുള്ളത് കർത്താവെ, അത് അങ്ങയുടെ കയ്യിലാണ്. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമ്മൾ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയെ, ഈ ആരാധന സമയത്ത് അത്ഭുതകരമായൊരു കൃപ എൻ്റെ മേൽ ചൊരിയപ്പെടണം. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ആ ആഗ്രഹത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി ചേർന്ന് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഓ കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്റെ ജീവിതാനുഭവങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം വിശ്വസിക്കുക.
ഇത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്. ടുഡേ ഈസ് അവർ ഓപ്പർച്യൂണിറ്റി. ഇത് ഒരു അവസരമാണ്. ഈ സമയം ഒരു അവസരമാണ്. നാളെ നമുക്ക് ഈ അവസരം ലഭിക്കണമെന്നില്ല, മറ്റന്നാൾ നമുക്ക് ലഭിക്കണമെന്നില്ല. ഇന്ന് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് തന്നിരിക്കുന്നത് ഒരു അവസരമാണ്. കണ്ണുകളടച്ച കരങ്ങൾ കൂപ്പിക്കേ. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചില്ലേ? പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം തിരുവചനം, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എൻ്റെ പിന്നിലുള്ളവയെ ലക്ഷ്യമാക്കി, ഇന്നലകൾ എന്നുള്ളത് ഞാനിതാ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട്, ഇന്നലകൾ എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു പാഠമാണ്. ഞാൻ പല കാര്യങ്ങളും കർത്താവെ ഞാൻ പഠിച്ചു. ഇന്ന് എന്നുള്ളത് ഒരു അവസരമാണ്. നാളെ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. കർത്താവെ, ഞാൻ ഈ ശുശ്രൂഷ സമയത്ത് അത് ഏറ്റെടുക്കുന്നു. കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും സ്വയം അത് ഏറ്റെടുക്കണം. ഇത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്. അവസരം, നന്നായി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം. നാളെ കിട്ടണമെന്നില്ല. കർത്താവെ, എനിക്കിതുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റിയത് കർത്താവെ അങ്ങയുടെ സ്നേഹമാണല്ലോ. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, നിങ്ങൾ ദൂരങ്ങളിലായിരുന്നു കൊണ്ട് ഇത് പങ്കെടുക്കുമ്പോൾ വിശ്വസിക്കുക, ഇതൊരു അവസരമാണ്. അനേകർക്ക് കിട്ടാത്തൊരവസരം കർത്താവ് നിനക്ക് തന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോ, ഇത് ഒരു അവസരമാണ്. കർത്താവ് നിന്നിൽ ഇടപെടുന്ന ഒരു അവസരമാണ്. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ കൃപ എന്നിൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവെ, ഈ അവസരം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ മുന്നോട്ട് പോകാനാണ് കർത്താവ് പറയുന്നത്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ മടിപിടിച്ചിരിക്കാനല്ല, ഉത്തരവാദിത്തമില്ലാതെ പെരുമാറാനല്ല, മറിച്ച് നീ മുന്നോട്ട് നീങ്ങുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് ചിന്തിക്കുക, ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിക്കുന്നു. അതോ ഞാൻ ഇസ്രായേൽ ജനത പറഞ്ഞതുപോലെ ഞങ്ങൾ ഈജിപ്തിലേക്ക് പോകുന്നതായിരുന്നു നല്ലത്. അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ അടിമത്തത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്കറിയാം, പരിചിതമായ അവസ്ഥ അതായിരുന്നു നല്ലത്. എന്നാൽ ഇതാ സർവശക്തനായ ദൈവം പറയുന്നു, നിന്നെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്, ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നീ ഇന്നും അടിമയായി ജീവിക്കാനല്ല, മറിച്ച് നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനാണ്, വാഗ്ദത്തം നേടാനാണ്. രണ്ട് കരങ്ങൾ ഉയർപ്പിച്ച് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരാധിക്കുന്ന സമയം നീ വിശ്വസിക്കുക, കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും, കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, കർത്താവ് എനിക്ക് വേണ്ടി നിലകൊള്ളും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. നീ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെട്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഭർത്താവിനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുവാണോ? ഇങ്ങനെ ഒരാളെയാണല്ലോ എനിക്ക് കിട്ടിയത്, ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് നിൽക്കുവാണോ? നിന്റെ ഭാര്യയെ ഓർത്ത് നീ വിഷമിച്ച് നിൽക്കുവാണോ? നിന്റെ മക്കളെ ഓർത്ത് നീ വിഷമിച്ച് നിൽക്കുവാണോ? നിന്റെ മാതാപിതാക്കളെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുവാണോ? നിന്റെ ജോലി ഓർത്ത് നീ ഭാരപ്പെട്ട് നിൽക്കുവാണോ? സാമ്പത്തിക പ്രശ്നത്തെ ഓർത്ത് നീ വിഷമിച്ച് നിൽക്കുവാണോ? അയൽവാസികളെ ഓർത്തുകൊണ്ട് അസ്വസ്ഥമാണോ? നിന്റെ രോഗപീഠയിൽ അസ്വസ്ഥമാണോ? എന്താണ് നിന്നെ ഭാരപ്പെടുത്തുന്നത്? കരങ്ങൾ ഉയർത്തി ആ ഭാരത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചോ. കർത്താവെ, അങ്ങ് ഇടപെടണമേ, അങ്ങ് ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം കർത്താവെ എനിക്ക് നൽകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാവ് തുറന്ന് സ്തുതിക്കുന്ന സമയം, അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നിന്നിൽ ചെറിയപ്പെടുന്ന സമയം, കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നാവ് തുറന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് നിന്നിൽ ചൊരിയട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു, യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ കൃപയാൽ നിറയ്ക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ച് കണ്ണുകളടച്ച് വിശ്വസിക്കുക, ഇതെനിക്കൊരു അവസരം കർത്താവ് തന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കാനൊരവസരം, അഭിഷേകം പ്രാപിക്കാനൊരവസരം, ബലപ്പെടാനൊരവസരം, മുമ്പോട്ട് പോകാനൊരവസരം,
ജീവിതത്തെ ചലിപ്പിക്കാനുള്ളൊരു അവസരം, ഇന്നത്തെ പ്രതിസന്ധിയെ മറികടക്കാനൊരു അവസരം. കർത്താവെ, ഈ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കൈയടിക്കുന്നു. നന്നായിട്ട് കൈയടിച്ചോ, ശക്തിയോടെ. ഒരു വാതിൽ തുറന്ന ആമേൻ, ആർക്കും മടപ്പാനാവുകില്ല. ആമേൻ. യേശു ഒരു വാതിൽ അടച്ച വിശ്വസിക്കുന്നു. ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ വേറെ ആർക്കും തുറക്കാൻ പറ്റില്ല. ഒരിക്കൽ കൂടെ വിശ്വസിച്ച് പഠിക്കേ. ഒരു വാതിൽ തുറന്നാൽ ആർക്കും മടപ്പാൻ ആവതില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവതില്ല. പഠിക്കേ. യേശു ഒരു വാതിൽ തുറന്നാൽ, യേശു ഒരു വാതിൽ അടച്ചാൽ കരങ്ങൾ ഉയർത്തി കൈരങ്ങൾ അടിച്ച് തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ. എനിക്കായി വാതിൽ തുറന്നിടുമേ. പഠിക്കേ. വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ. അടച്ചിടുമേ. വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. അടച്ചിടുമേ. വൈരി യേശു ഒരു വാതിൽ തുറന്ന ആർക്കും മടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ. യേശുവേ, ആർക്കും തുറപ്പാനാവുകില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച്, നാവ് തുറന്ന് സ്തുതിച്ച്, ഹൃദയം തുറന്ന് സ്തുതിച്ച്, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ, ഒരു പുതിയ കൃപ സംഭവിക്കപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വലിയൊരു അഭിഷേകം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയട്ടെ. ദൈവശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് വിശ്വസിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കുന്നവനാണ്. കർത്താവ് തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാനാവില്ല. യെശയ്യാ പ്രവചനം 22:22 ഇതെന്നിൽ സംഭവിക്കട്ടെ. ഓ കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ചെങ്കടലിന് മുമ്പിൽ നിന്ന ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയാണ് പലപ്പോഴും കർത്താവെ. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം കിട്ടുന്നില്ല പലപ്പോഴും. പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞ് പഠിപ്പിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവെ, മുന്നോട്ട് നീങ്ങാൻ ഞങ്ങൾക്ക് ബലം വേണം. വിശ്വാസ അനുഭവത്തിന് ഞങ്ങൾക്ക് ബലം വേണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം എന്നെക്കുറിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ. ഓരോ വ്യക്തിയും വിശ്വസിച്ചത് ഏറ്റെടുക്കുക. വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുതം. വിശ്വസിക്കുന്നവരിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കാണ് ഈ കൃപ അനുഭവിക്കാൻ പറ്റുന്നത്. കർത്താവെ, എൻ്റെ മുന്നോട്ടുള്ള വഴികളെ ബലപ്പെടുത്തണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. ഒരുപക്ഷെ മുമ്പോട്ട് നോക്കുമ്പോൾ കടൽ പോലെ പ്രശ്നങ്ങൾ കിടക്കുന്നവരുണ്ടല്ലോ. മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടാത്തവരുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ. മോശ വിശ്വാസത്തിന് ദണ്ഡെടുത്ത് ഉയർത്തിപ്പിടിച്ച് ആ കടലിനെ വിഭജിക്കപ്പെടാൻ ഒരു വലിയ ആഹ്വാനം കൊടുത്തപ്പോൾ കടൽ വിഭജിച്ചതുപോലെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. കർത്താവെ, വിശ്വാസത്തിൻ്റെ ആ വലിയ വരം എന്നിൽ ബലപ്പെടണം. കാലെടുത്ത് മുമ്പോട്ട് ചവിട്ടാനുള്ള ബലം, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബലം കർത്താവെ ഞങ്ങൾക്ക് വേണം. പലരുടെ ഉള്ളിൽ മടി പിടിച്ചിരിക്കുന്നവരുണ്ട്. മടി, അലസത. ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി,
എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നീ മുന്നോട്ട് നീങ്ങണം. നീ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലൊരു മാറ്റം വരണം. ഒരുപക്ഷെ പ്രായമായിട്ടുള്ളവരുണ്ട്, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊരു ചിന്ത. എന്നാൽ ഈശോ പറയുന്നു, സഹോദരാ സഹോദരി, നീ മുന്നോട്ട് നീങ്ങാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. നിനക്ക് കർത്താവ് ഒരു ദൗത്യം തന്നിട്ടുണ്ട് മുന്നോട്ട് നീങ്ങാൻ. നീ ഇന്ന് ഈ മരുഭൂമിയിൽ അലയേണ്ട വ്യക്തിയല്ല. നിനക്കൊരു വാഗ്ദത്ത ദേശം തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കർത്താവ് ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ആസ്വദിക്കുന്നത് വരെ നീ മുന്നോട്ട് നീങ്ങണം. കർത്താവേ, ഞാൻ ഇന്ന് ഈ മരുഭൂമി അവസ്ഥ, വരണ്ട അവസ്ഥ, പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ കിടന്ന് ഉഴറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, മുന്നോട്ട് നീങ്ങാൻ ശക്തിയും ബലവും വേണം. കർത്താവെ, മുന്നോട്ട് നീങ്ങാൻ ഞങ്ങൾക്ക് കൃപ വേണം. ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയരെ, രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ഈ കൃപ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച്, ശരീരത്തിന് ഈ കൃപ വേണം, മുന്നോട്ട് നീങ്ങാനുള്ള കൃപ. ഒരുപക്ഷെ ഏതെങ്കിലും ശാരീരിക രോഗപീഠകളാൽ മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ദേ ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ശാരീരിക പീഡകൾ ശിരസ് മുതൽ ഉള്ളംകാല വരെ അനുഭവിക്കുന്നവരുണ്ട്. ആ രോഗപീഡകളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈശോയെ കണ്ട് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 34:5, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിക്കേണ്ടി വരികയില്ല. ഓ കർത്താവെ, നിന്റെ മുഖം കണ്ട് ഞങ്ങളുടെ ശാരീരിക രോഗപീഠകളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ രോഗപീഠകളിൽ എനിക്ക് സൗഖ്യം നൽകണം. എനിക്ക് മുന്നോട്ട് നീങ്ങണം. കർത്താവെ, ഈ രോഗപീഠകളുടെ മേൽ അധികാരമുള്ളവനെ അങ്ങ് പ്രവർത്തിക്കണം. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച്, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ എന്നിലത് വെളിപ്പെടണം. സ്ലീഹന്മാർ നിറഞ്ഞ പോലെ ശക്തിയേകി എന്നെ നയിക്കണം. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് പ്രാർത്ഥിച്ചോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോ. നിന്റെ രോഗഗ്രസ്തമായ ശരീരഭാഗത്തേക്ക്, നിന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്ക്, രക്തധമനികളിലേക്ക്, ശ്വാസനിശ്വാസത്തിലേക്ക്, രോഗം വരുത്തുന്ന വൈറസുകളിലേക്ക് ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചതുപോലെ പന്തക്കുസ്താ ദിനത്തിൽ സംഭവിച്ച അതേ അഭിഷേകം ഞങ്ങളിൽ സംഭവിക്കപ്പെടാൻ കർത്താവേ കൃപയുണ്ടാകണം. പ്രാർത്ഥിക്കുന്നു. ശക്തിയേകി പാടാമോ? ശക്തിയേകി സ്ലീഹന്മാരിൽ ശക്തിയേകി. എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുതകരമായ കൃപ ഞങ്ങളുടെ ശരീരത്തിൽ നിറയട്ടെ, ഞങ്ങളുടെ ശരീരത്തിൽ നിറയട്ടെ, ഞങ്ങളുടെ ചിന്തകളിൽ നിറയട്ടെ, വികാര വിചാരങ്ങൾ നിറയട്ടെ. കർത്താവിന്റെ ആത്മാവ് ഭരിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഓർത്തോർത്തുള്ള ദുഃഖം മാറട്ടെ. കർത്താവെ കൃപ ചൊരിയണമേ. കർത്താവെ വിഷമം മാറട്ടെ. കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.